കേരളത്തിലെ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ് വി.ഡി. സതീശന്റെ UDF സർക്കാർ നിലവിലെടുത്തിരിക്കുന്നത്. ഇനി മുതൽ പെൻഷൻ തുക ഇടനിലക്കാരുടെ സഹായമില്ലാതെ നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും. എന്നാൽ ഈ ചരിത്രപരമായിട്ടുള്ള ഭരണ നടപടി പുറത്തു വന്നത് മുതൽ ഏറ്റവും കൂടുതൽ ബേജാറായിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് നമ്മുടെ സ്വന്തം സഖാക്കളാണ്. പെൻഷൻ തരുന്നത് AKG സെന്ററിലാണെന്ന തരത്തിലായിരുന്നു ഇവർ ഇത്രയും കാലം പ്രായമായ നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. അത്തരം വിശ്വാസങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് സർക്കാരിന്റെ ഈ പുതിയ ഭരണ നടപടി. എന്തുകൊണ്ടാണ് സഖാക്കൾ ഇത്രയധികം വെപ്രാളത്തിലും നിരാശയിലും ആവാൻ കാരണം? അതിന്റെ ചില കാരണങ്ങളാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. വിശദമായ പരിശോധനയ്ക്ക് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇത്തരം ഒരു ചരിത്രപരമായിട്ടുള്ള നടപടിയിലൂടെ മാതൃകാപരമായ സുതാര്യപരമായ അഴിമതിരഹിത സംവിധാനം നടപ്പിലാക്കാൻ തയ്യാറായ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും വരുന്നു. എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ ഈ ഒരു നടപടിയിൽ സഖാക്കൾക്ക് ഇത്ര നിരാശ? അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ചിലതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം അയക്കുന്നത് തന്നെയാണ് ഏറ്റവും സുതാര്യമായ രീതി. ഒരു നയ പൈസ പോലും ചോർന്നു പോകാതെ, ഇടനിലക്കാരുടെ ചൂഷണങ്ങൾക്ക് സാധ്യതയില്ലാതെ അർഹരായ ജനങ്ങളിലേക്ക് പണം എത്തുന്നു എന്നാണ് സർക്കാർ ഈ പുതിയ ഭരണ നടപടിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ജനങ്ങളുടെ നികുതി പണം കാത്തു സൂക്ഷിക്കുന്ന ഈ ധീരമായ നടപടിയെ ഒരാൾക്കും തന്നെ വിമർശിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ശരി, അങ്ങനെയെങ്കിൽ സഖാക്കൾ എന്തിനാണ് ഇതിനെതിരെ ഇത്ര വലിയ കരച്ചിൽ നടത്തുന്നത്? ഒരു വ്യക്തമായിട്ടുള്ള പരിശോധനയ്ക്ക് തയ്യാറായാൽ മുൻകാലങ്ങളിൽ സർക്കാർ പ്രവർത്തനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തന രീതികൾ പരിശോധിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ സഖാക്കളുടെ ഈ കരച്ചിലിന്റെ യഥാർത്ഥ കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊന്നാണ് കമ്മീഷൻ കൊള്ളയും ഇൻസെന്റീവ് തട്ടിപ്പും. വീടുകളിൽ പെൻഷൻ നേരിട്ട് എത്തിച്ച് കൈമാറുന്നതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള ഇൻസെന്റീവ് തുകകളായിരുന്നു സർക്കാർ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർക്ക് നൽകിക്കൊണ്ടിരുന്നത്. മാത്രമല്ല, വിതരണം ചെയ്യാതെ ശേഷിക്കുന്ന പെൻഷൻ തുകകളുണ്ടല്ലോ, ഇത് ഇവര് സമയബന്ധിതമായി സർക്കാരിലേക്ക് തിരിച്ചടക്കാതിരിക്കുകയും സേവന പോർട്ടിൽ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താതിരിക്കുകയും ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക തിരിമറികളാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. ആ കമ്മീഷൻ കച്ചവടമാണ് ഒറ്റ ദിവസം കൊണ്ട് UDF സർക്കാർ തൂഫാൻ അടിച്ച് പൂട്ടിക്കെട്ടിയത്. അപ്പൊ പിന്നെ അവർക്ക് കരച്ചിലുണ്ടാവില്ലേ? സ്വാഭാവികം. രണ്ടാമത്തെ കാരണം വ്യാജ പെൻഷൻ തട്ടിപ്പുകൾക്ക് അന്ത്യം സംഭവിക്കുന്നു എന്നതാണ്. ആധാർ ലിങ്ക് പൂർണ്ണമായിട്ട് നടപ്പാക്കാതിരിക്കുന്നതിന്റെ പേരിൽ അർഹതയില്ലാത്തവർക്കും എന്തിന് ഒരു വ്യക്തിക്ക് തന്നെ പലവട്ടവും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത രീതി കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വ്യാജവിലാസങ്ങളിലും മരിച്ചുപോയ ആളുകളുടെ പേരിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പെൻഷൻ കൊള്ള ഈ പുതിയ നിയമ ഭേദഗതിയോടെ ഈ പൂർണ്ണമായിട്ടും ഇല്ലാതാവാൻ പോകുകയാണ്. മൂന്നാമത്തെ കാരണം പാർട്ടി തരുന്ന ഭിക്ഷ എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ്. പൊളിഞ്ഞ നാടകമാണ്. പാവപ്പെട്ട പെൻഷൻകാരെ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഇത് സർക്കാരിന്റെ വകയല്ല, ഇത് AKG സെന്ററിൽ നിന്ന് നേരിട്ട് പാർട്ടി തരുന്നതാണ് എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളായിരുന്നു കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് വയോജനങ്ങൾക്കിടയിൽ ഇവർ പ്രചരിപ്പിച്ചിരുന്നത്. ഇവന്മാരുടെ ഇഷ്ടാനുസരണങ്ങൾക്കനുസരിച്ച് തോന്നുന്ന സമയത്ത് പെൻഷൻ കൊടുത്തിരുന്ന ആ തമ്പുരാൻ ഭരണം അവസാനിപ്പിച്ചതാണ് ഇവരെ ചൊടിപ്പിച്ച മറ്റൊരു ഘടകങ്ങളിൽ ഒന്ന്. എന്നാൽ സർക്കാരിന്റെ ഈ വിപ്ലവകരമായിട്ടുള്ള ഈ തീരുമാനത്തിനെതിരെ ചില ആളുകളൊക്കെ രംഗത്ത് വരുന്നുണ്ട്. അവര് പറയുന്നത് എന്താ പറയുക, പാവപ്പെട്ടവർ എങ്ങനെ ബാങ്കിൽ പോകും, എങ്ങനെ വരി നിൽക്കും എന്നൊക്കെ പറഞ്ഞ് ഇവർ വലിയ രീതിയിൽ മുതലക്കണ്ണീരൊഴുക്കുകയാണ്. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കാം. കിടപ്പിലായ രോഗികൾ, പുറത്തിറങ്ങാൻ സാധിക്കാത്ത പ്രായമായ പെൻഷൻ അർഹതയുള്ള ആളുകൾ, അതുപോലെ തന്നെ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കാത്ത ആളുകൾ, ഈ പുതിയ നിയമ ഭേദഗതിയിൽ നിന്ന് ഇത്തരം ആളുകളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. അവർക്ക് എപ്രകാരമായിരുന്നോ ഇത്രയും കാലം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ തന്നെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നു സർക്കാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർ ഈ പറയുന്നത് ബാങ്കിൽ പോയി ക്യൂ നിൽക്കണം, അതാക്കണം ഇതാക്കണം ഒക്കെ പറയുന്നത്, ഇവർ ഏത് കാലത്താണ് ജീവിക്കുന്നത് ഈ CPM-കാര്? ഇത് ഡിജിറ്റൽ യുഗമാണ്. എന്തിനാണ് ബാങ്കിൽ പോയി വരി നിൽക്കുന്നത്? ഒരു ATM കാർഡ് ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാക്കി നടത്തിക്കൂടെ? ഇന്നത്തെ ഈ 2026 ബാങ്കിൽ പോയി ക്യൂ നിന്ന് മരിക്കും എന്നൊക്കെ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. വല്ല കഥയുണ്ടോ? അവസാനമായി ഏറ്റവും ചുരുക്കി പറഞ്ഞ കഴിഞ്ഞ 10 വർഷത്തോളമായി കൈയിട്ട് വാരിയുന്നവർ നിലവിൽ ദുഃഖിതരാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. അത്തരം ആളുകളുടെ കഞ്ഞികൂടി മുട്ടിച്ച സുതാര്യമായ ധീരമായ ഈ നിലപാടിനെ സർക്കാരിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. ഇക്കാര്യത്തിൽ CPM നിലപാടിനെയും സർക്കാരിന്റെ പുതിയ തീരുമാനത്തെയും കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം?
നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.